നമ്മൾ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. ഇനി ചെന്നൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോകുന്നത് മഹാബലിപുരത്താണ് കേട്ടോ. നമ്മൾ റൂമിൻ്റെ ഡോറൊക്കെ അടച്ച് ഇപ്പോൾ ഇതാ നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടേ, അതിപ്പോൾ വരും താഴെ. അപ്പോൾ നമ്മളപ്പോഴേക്കും താഴെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. ഇത് 10th ഫ്ലോറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് തന്നാൽ ലിഫ്റ്റ് എത്തും. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എത്തുമ്പോഴേക്കും താഴെ പോയി നിൽക്കാം. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈം ആട്ടോ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയതും ഊബർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 9 hours 110 കിലോമീറ്റർ ആയിട്ട് അങ്ങനെ റെന്റിന് എടുത്തിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ അതിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഊബറിൽ കയറി നോക്കിയപ്പോൾ ഊബർ ഡ്രൈവറും മലയാളിയാണ്, പട്ടാമ്പിക്കാരനാണ്. അപ്പൊ ഞങ്ങള് പരിചയക്കാരായി. ഈ ഊബർ ഡ്രൈവറും 2 മാസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് ആൾക്കും അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ സ്ഥലങ്ങൾ. അങ്ങനെ നമ്മളെ മാപ്പൊക്കെ നോക്കി ചോദിച്ച് അങ്ങ് പോയി. പിന്നെ നമുക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ ഇത്. അപ്പോൾ ഓൾറെഡി മിണ്ടി പറയുന്ന ഒരാളെ കിട്ടിയപ്പോൾ അച്ഛനായിരുന്നു സമാധാനം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. നമ്മളിപ്പോൾ മഹാബലിപുരം ആ ഒരു ഷോർട്ട് ടെമ്പിളിൻ്റെ അടുത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ബോഗൻ വില്ലുണ്ട് കേട്ടോ ഇവിടെ. ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണേ. എൻ്റെ ഗ്ലാസ് എടുക്കാൻ മറന്നു. ഇവിടെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലാസ് എടുത്ത് കുറച്ചും കൂടെ നന്നാവുമായിരുന്നു. ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്ത്യൻ സിറ്റീസിന് 40 രൂപയും മറ്റേ അതേഴ്സിന് 600 കേട്ടോ. എന്താ ഫീസിൻ്റെ അമ്മേ. ഇവിടെ നിറയെ നല്ല മുത്തുമാലകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മലയാളികളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പറ്റിക്കും. നമ്മളങ്ങനെ എൻട്രി ചെയ്തിട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ടെമ്പിൾ കേട്ടോ. വെയിലാരും ഭയങ്കര ക്ഷീണം തോന്നും. അത്രയും കടികട്ടി വെയിലാണ് ഇവിടെ.
ഓ, നമ്മുടെ നാട്ടിനേക്കാളും ടെമ്പറേച്ചർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്കാളും വെയിലുണ്ട് അല്ലേ? ഭയങ്കര ചൂട്. ഈ ഒരു വെയിലൊരു 15 മിനിറ്റ് കൊണ്ടാൽ മതി കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് ചേഞ്ച് ആയിക്കോളും. ഓ, എനിക്ക് തോന്നുന്നു ഈ ഇവിടെ വന്നിട്ടേ ഫോണ് വരെ ഹീറ്റായ പോലെ. എൻ്റെ അമ്മ എന്തൊരു ചൂടാ. തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ കാണിച്ചത്. കണ്ടോ, അതാണ് കടലാണേ. കടൽ കാറ്റും കൂടെ ഇടിയുമ്പോഴേ ഞാൻ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് സ്കേർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നില്ല ഈ വെയിലത്ത് ഞാൻ സർവൈവ് ചെയ്യുന്നത്. ഓ, ഈ ഫോണിലുള്ള ഡിസ്പ്ലേ പോലും നോക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും വെയിലാണേ. എനിക്ക് പറഞ്ഞാൽ മനസ്സിലല്ലോ അമ്മാതിരി വെയില്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ഈ ഒരു ഷോർ ടെമ്പിള് മഹാബലിപുരത്തെ പ്രശസ്തമായ ഒരു പുരാതന ക്ഷേത്രമാണ്. ഇത് തമിഴ്നാട്ടിലെ കോറമണ്ടൽ തീരത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇത് പല്ലവ വംശത്തിലെ രാജാവായ നരസിംഹവർമ്മൻ നിർമ്മിച്ചതാണെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ഒരു ടെമ്പിള് ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മഹാബലിപുരത്തെ ശില്പസമ്പത്തുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്. ഗൈസ്, ഇതൊക്കെ കണ്ടോ, പണ്ടത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇതൊക്കെ. ഞാൻ കുറച്ചും കൂടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഗൈഡും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഊബർ ഒരു ദിവസത്തേക്ക് റെൻറ്റിനെടുത്ത് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതാ. ഇവിടെയൊക്കെ ആൾക്കാരെന്തോ നോക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് എന്താ കറക്റ്റായിട്ട് അറിയില്ല കാര്യങ്ങൾ. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഈ ഒരു ടെമ്പിള് കടലിന് തൊട്ടടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഷോർ ടെമ്പിൾ എന്ന പേര് ലഭിച്ചത് തന്നെ. ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും വിഷ്ണുവിനും ശിവനും സമർപ്പിച്ചിട്ടുള്ള ദേവാലയങ്ങളുണ്ട്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്. കൂടാതെ ഈ ഒരു ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതും.
വെയിൽ കാരണം നല്ലൊരു ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. കാരണം അയ്യോ എന്താ പറയുക, ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യ. ഇവരെവിടെ പോയി വിളിച്ചു നോക്കിയ? അയ്യോ നല്ലൊരു വീഡിയോ എടുക്കണം വിചാരിച്ചു. അവനൊക്കെ വീഡിയോ എടുക്കുന്നതല്ല. ഈ മാങ്ങയൊക്കെ വാങ്ങിട്ടോ എൻ്റെ അമ്മേ, അതിൽ അൻസഹിക്കവളോ. ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. അവിടെ അവിടെ ബീച്ചാണ്. നമുക്ക് എന്തായാലും തണലത്ത് മാറിക്കാം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വീണ്ടേവും. നമ്മൾ ബീച്ച് പുറത്തേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. വെയിൽ കാരണം നമുക്ക് കൂടുതലൊന്നും എടുക്കാൻ വയ്യ കേട്ടോ. വയ്യാണ്ട് ഈ വെയിൽ കൊണ്ടാ. പ്രത്യേകിച്ച് ഇപ്പം ഞാനൊരു വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് എഗെയിൻ റെസ്റ്റിലാണ്ട് ഇമാതിരി ഒരു വെയിൽ കൊണ്ടാണ്ടല്ലോ പണി തീരും. സോ നമ്മൾ വേഗം ഇവിടുന്ന് സ്കൂട്ടാവാൻ നോക്കുകയാണ് കേട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ ഇത്. ആ സൈഡൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, സ്ട്രീറ്റ് പോലെ. ബീച്ചിലേക്ക് ഇറങ്ങേണ്ട സൈഡാണ് തോന്നുന്നത്. അത് നമ്മൾ ബീച്ചിലേക്കൊക്കെ ഇറങ്ങിയാണ്ടല്ലോ നമ്മളെ തൂക്കിയെടുത്തുകൊണ്ടാവാം. അച്ഛനും അമ്മയ്ക്കൊന്നും വയ്യ കേട്ടോ വെയിലോട്ടിട്ട്. ഇത് ഞാൻ വെയിൽ സഹിച്ചിട്ടായാലും 2 ഫോട്ടോസ് എടുത്തു. പക്ഷെ ഫോട്ടോസൊന്നും കൊള്ളാത്തൊരു ഫോട്ടോസ് ആയിപ്പോയി. എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാൻ നോക്കണം. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫി പാഷനായിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ഒരു പ്ലേസാണ് കേട്ടോ ഇത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക ഈ സമയത്തൊന്നും വരരുത്. രാവിലെ മുതൽ ഉച്ചവരെയൊന്നും വരരുത്. ഒരു വെയിൽ 5 മണി വരെയൊക്കെ, 5-5:30 ആകുമ്പോഴേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ 6 മണി വരെ എൻട്രൻസ് ഉള്ളൂ. പിന്നെ ഞാൻ സൺഡേ വരരുത് കേട്ടോ. നമ്മൾ വന്ന സൺഡേ ആണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. സൺഡേ അല്ലാത്ത ഒരു വർക്കിംഗ് ഡേ വരികയാണെങ്കിൽ നമുക്ക്, അതും ഈവനിങ് വരികയാണെങ്കിൽ നല്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം, തിരക്കൊന്നും ഇല്ലാണ്ട്. ഇവിടെ ഉണ്ടല്ലോ 6 മണി മുതൽ, രാവിലെ 6 മണി മുതൽ രാത്രി 6 മണി വരെയാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്, 6 മണിക്കാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത്. ഇപ്പോൾ ഏർലി മോർണിംഗ്, അതായത് 6 മണിക്ക് വരുന്നതൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. ഉച്ച ഒരു 6 മണി, ഒരു എന്താ പറയുക 10 മണി അല്ലെങ്കിൽ 9 മണിക്ക് ശേഷമൊക്കെ വരുന്നുണ്ടല്ലോ, ഭയങ്കര വെടിയത്താണ് കേട്ടോ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴേക്കും, രാവിലെ 8:30 ആകുമ്പോഴേക്കും ഭയങ്കര വെയിലാണ്. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് വേണം നമ്മൾ വരാൻ. എന്നിട്ട് ഈ ഒരു സൈഡൊക്കെ ഈ എന്താ പറയുക
ഇതുണ്ട്, കടകളും കാര്യങ്ങളൊക്കെ. ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, പത്ത് ചെരുപ്പ് പഠിക്കാൻ. ഇവിടെ ചെരുപ്പുകളാണ് സ്പെഷ്യൽ എന്ന് തോന്നുന്നു. എല്ലിൻ്റെ ഒക്കെ ഓരോ ചെയിനും കാര്യങ്ങളൊക്കെ. ഹായ്, മിറർ നല്ല രസമുണ്ട് കേട്ടോ. ഷെല്ലിൻ്റെ ക്ലിപ്സ്, മിറർ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയാണ് ഇപ്പോൾ ഒരു തണല് കണ്ടത് അല്ലേ. നമ്മളടുത്ത് വന്നിട്ടുള്ളത് 5 രഥ ഫോർട്ടാണ് കേട്ടോ. ഇതിൽ 5 രഥങ്ങളാണെന്ന് തോന്നുന്നു. മനസ്സിലാം. നോക്കൊക്കെ കണ്ടോ, തേനടിച്ച് കൈ പൊങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ വന്നിട്ടുള്ള 5 രഥാസ്, അതായത് പഞ്ചപാണ്ഡവ രഥങ്ങൾ. പേര് പോലെ തന്നെ 5 രഥങ്ങളാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത് മെയിനായിട്ട്. ഈ ഒരു സ്ഥലവും നമ്മൾ നേരത്തെ കണ്ട ഷോ ടെമ്പിളും അധിക ഡിസ്റ്റൻസ് ഒന്നുമില്ല, വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മളെടുത്ത ടിക്കറ്റിൽ 4 സ്ഥലങ്ങൾക്കും എന്താ പറയുക ആക്സസിബിൾ ആണ് കേട്ടോ. അതായത് ആ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന 4 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ടതില്ല. നമുക്ക് എല്ലാത്തിനും ഒരേ ടിക്കറ്റാണേ. ₹40 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 സ്ഥലങ്ങൾ കാണാനുള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ തന്നെ പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലവും ലോക പൈതൃക സ്ഥലങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ രഥങ്ങളും ഒരൊറ്റ കല്ലിൽ നിന്നാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടക്കം കുറിച്ചത് പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാണ്. പൂർത്തിയാക്കാത്ത ശില്പങ്ങളും ഇവിടെ കാണാം കേട്ടോ. കാരണം രാജാവിൻ്റെ മരണശേഷം ഇവയിലെ പലതും പൂർത്തിയാക്കാതെ നിർത്തി. ദ്രൗപദി രഥം ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ രഥം. ഇവിടെ ഇങ്ങനൊരു രൂപമൊക്കെ ഉണ്ട്. ഇതടുത്ത രഥം അർജുന രഥം. ഇതുപോലെ 5 രഥങ്ങളുണ്ട് കേട്ടോ. ധർമ്മരാജരഥം, ഭീമരഥം, അർജുനരഥം, നകുല സഹദേവ രഥം, ദ്രൗപദി രഥം. ഇതിൽ ധർമ്മരാജരഥമാണ് ഉയരം കൂടുതലുള്ളത്. അതൊരു ഗോപുരം പോലെയാണ് കേട്ടോ തോന്നുക. അതുപോലെ തന്നെ ഭീമരഥം എന്നുള്ളത് ഭീമൻ്റെ ശക്തി പ്രതിനിധീകരിക്കുന്ന പോലെ വലിയൊരു രൂപമാണ്. പിന്നെ അർജുനരഥം അത് ചെറുതും സുന്ദരമായ ശൈലിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നകുല സഹദേവ രഥം ഇരട്ടകർക്ക് സമർപ്പിച്ചതാണ്. കുതിരയുടെ ശില്പ സമീപം ഇത് കാണാം. ദ്രൗപദി രഥം ദ്രൗപദിക്ക് സമർപ്പിച്ച ചെറിയ രഥമാണ്. ഇതിൽ ദേവി ദുർഗയുടെ പ്രതിമയും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പോകും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ.
അതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഗുഹയിലെത്തും. ഗുഹയല്ല, ഒരു ജസ്റ്റ് ഒരു ഇതില് അത് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെയൊരു സ്ഥലമുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ എത്തും. നമ്മൾ വന്ന് ഇവിടെയൊക്കെ നിറയെ ഗുഹകൾ പോലത്തെ കുഞ്ഞു കുഞ്ഞ് അറകളാണ് കേട്ടോ. കണ്ടോ, ആന, പിന്നെ വേറൊരു രഥം. ഇനി ഇങ്ങോട്ടാ പോണ്ടത്. ഇങ്ങനെ പോയിട്ട് ചുറ്റി വരല്ലേ ചെയ്യാ. എളുപ്പത്തിൽ കറുക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വരേണ്ടതാണ്. അയ്യോ, 10 മിനിറ്റ് വെയിലുണ്ടാ മതി. ഗെയിം ചേഞ്ചറാണ്. മൂന്ന് കോട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് വന്ന ഞാനാ എന്താ പണ്ടായത്. അത് പിടിച്ചാ നമ്മളിതാ ഈ ഒരു സ്ഥലത്തോടും വേഗം തന്നെ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. ബിക്കോസ് ഓഫ് അൺസഹിക്കബിൾ വെയില്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന അമ്മ മാതാശ്രീ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. നമ്മൾ പോവാണ് കേട്ടോ. ടാറ്റാ. നമുക്ക് ഇനി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകട്ടോ. അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിയും. ഇവിടെ എനിക്ക് തോന്നുന്നു 40 ഡിഗ്രിയാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ചൂട്. ശരി ഗൈസ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ, നല്ലൊരു ഹോട്ടൽ തപ്പിയിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടോ. നോക്കുമ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഹോട്ടലും മലയാളികളുടെ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളും മലയാളിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കൊള്ളാവോ എന്ന്. പക്ഷെ നന്നായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഗൈസ്, നമ്മൾ കാഞ്ചീപുരത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കാഞ്ചീപുരത്ത് ഒരു ടെമ്പിളിലാണ്. പോകുന്ന വഴിക്ക് നിറയെ ഈ കച്ചവടക്കാരെ കണ്ടോ. എന്തോ കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു. കേട്ടോ, ഇതാണ് ആ ഒരു ടെമ്പിള്. ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് ഈ പായ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കൂടെ നടക്കാൻ ബെറ്റർ.
അവിടെ ഇരിക്കുള്ളൂ അതിൻ്റെ ഇത് കൂടെ കാല് പൊള്ളിയിട്ട് കൂലാട്ടോ. ഓ, ഇവിടെ എന്താ ഫ്രണ്ടിൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഈ ഒരു അമ്പലത്തിൽ നിന്ന് പോവാണ് കേട്ടോ. കാരണം നമുക്ക് നമ്മളതാ അമ്പലത്തിൽ നിന്ന് പോവാണ് കേട്ടോ. നമ്മുടെ റെന്റിനെടുത്തേക്കാണല്ലോ. അപ്പോൾ ടൈം 7 മണി വരെ ഉള്ളു. അപ്പം നമുക്ക് പെട്ടെന്ന് പോകുന്നു. ഹോൾസെയിൽ സാരിയുടെ അത് കണ്ടോ, കാഞ്ചീപുരം സാരിയുടെ കടകളാണ്. അപ്പോൾ അതൊക്കെ കണ്ട വീട് പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പരിപാടി. ഇവിടെ ഉണ്ടോ 250 സാരി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവം. അത് കണ്ടോ, ഇതൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് saree started 300. 300. പട്ട് സ്റ്റാർട്ടിങ് എത്രയാണ്? 900 starting. ആ വൈറ്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താ അല്ല 2000 ആയിരത്തിയാണോ? കൊള്ളാല്ലേ? ഇതല്ലേ ഇതിൻ്റെ ഭയങ്കര റേറ്റ് ഉണ്ട്. നമ്മൾ അടുത്തൊരു ടെമ്പിളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ ഇവിടെയൊക്കെ ചെരുപ്പിൻ്റെ ഇതാണെന്ന് തോന്നുന്നു.
ഇതാണ് കേട്ടോ ശ്രീ കാമാക്ഷി അമ്മൻ ക്ഷേത്രം. തമിഴ്നാട്ടിൽ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് പോയി കാണാൻ ആസ് എ ടൂറിസ്റ്റ് നമുക്ക് പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ അധികം ക്ഷേത്രങ്ങളാണ് കേട്ടോ. 20 നിറയെ കുങ്കുമങ്ങളൊക്കെ ഉണ്ട്. കുങ്കുമം 20 രൂപയുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് നോണൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ ഉള്ളിലൊന്നും കയറിയില്ല. നമ്മൾ ജസ്റ്റ് പുറത്തൊന്ന് കണ്ടു പോരുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് വരിക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും വെയിൽ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇതുപോലത്തെ വലിയ വലിയ ഫ്ലെക്സുകൾ കാണാം കേട്ടോ. ഈ കല്യാണം ആയാലും ബർത്ത്ഡേ ആയാലും ഇനി എന്തെങ്കിലും നെയിമിങ് സെറിമണി ആയാൽ തന്നെ വലിയൊരു ഫ്ലെക്സും അതിൽ അവരുടെ ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും അതിൽ ആ ഒരു ഫ്ലെക്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാവരുടെ തലവണ്ടിയും അവർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനത്തെ കുറേ ഫ്ലെക്സ് കോമഡി ആയിട്ട് തോന്നി. വരുന്ന വഴിക്ക് നമ്മളൊരു കല്യാണം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡും ഗ്രൂമും കുതിരപ്പുറത്തൊക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വെടിക്കെട്ടും ഫ്ലെക്സൊക്കെ കണ്ടില്ലേ. ഇവരെ കല്യാണത്തിൻ്റെ മെയിനാ തോന്നുന്നു ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.